MTN News, Malayalam Television Network. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 16ാമത് ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 1 മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ദേശീയ സെമിനാറും അനുസ്മരണവും സംഘടിപ്പിക്കും. ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തുന്നതെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് നടക്കുന്ന ദേശീയ സെമിനാർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. IT വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനാകും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AT മുഹമ്മദ് ബഷീർ MP, ഡോക്ടർ അബ്ദുസമദ് സമദാനി MP, മറ്റു പ്രമുഖ നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർ വിവിധ ചടങ്ങുകളിലും വിഷയാവതരണങ്ങളിലുമായി പങ്കാളികളാകും. വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മദിനമായ ആഗസ്റ്റ് 1 കഴിഞ്ഞ 5 വർഷമായി നടന്നു വരുന്ന ദേശീയ സെമിനാർ ഈ വർഷവും ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷവും ആഗസ്റ്റ് 1 തന്നെ മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ പഠന കേന്ദ്രം ഒരുപാട് ദൈക്ഷണിക മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഗവേഷണ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. 2 ദേശീയ വിദ്യാഭ്യാസ സെമിനാർ നടത്തി. അതുപോലെ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുകയുണ്ടായി. നേരത്തെ C രാധാകൃഷ്ണൻ സാഹിത്യകാരനും അതുപോലെ TP എംപിച്ച മുഹമ്മദ്, CP സദീർ അടക്കമുള്ള ആളുകൾക്ക് നേരത്തെ കൊടുത്തു. അപ്പോൾ ഈ വർഷം ഏകദേശം 16 വർഷം ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ട് അതിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. ഇതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ നടന്ന 2 ചടങ്ങും കഴിഞ്ഞ ദിനങ്ങളിൽ നടന്നിരുന്നു. ഈ ഒരു സെമിനാറിൽ ഇത് ആഗസ്റ്റ് 1 മലപ്പുറത്ത് റോസ് ലോഞ്ചിലാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്കാണ്. അപ്പോൾ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷൻ വഹിക്കും. കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആ ദിവസം മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നതോടൊപ്പം വളരെ ശ്രദ്ധേയമായ വിഷയാവതരണങ്ങൾ നടക്കും. അതിൽ പ്രത്യേകമായും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ടെലിഗ്രാഫ് പത്രത്തിൻ്റെ മുൻ പത്രാധിപരായിട്ടുള്ള R രാജഗോപാൽ. അദ്ദേഹം ഭരണഘടന, പൗരത്വം, ഭരണകൂടം എന്ന വിഷയത്തിൽ വിഷയാവതരിപ്പിക്കും. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമുക്കറിയാം, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കുന്നതിലൊക്കെ ഗവൺമെൻറ് അവിടെ തടഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ അഡ്വക്കേറ്റ് ഹാരിസ് വീരാൻ, രാജ്യസഭ MP, അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ആശങ്കകൾ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം വിഷയാവതരിപ്പിക്കും. അതുപോലെ പ്രശസ്ത MS കോളേജിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സനാനന്ദൻ പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും ആഘാതങ്ങളും എന്ന വിഷയത്തിൽ വിഷയാവതരിപ്പിക്കും. അതുപോലെ പ്രമുഖ പത്രപ്രവർത്തകനായിട്ടുള്ള MP ചെക്കുട്ടി, അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രീയം ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന വിഷയത്തിലും അവിടെ അവതരിപ്പിക്കും. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഡോക്ടർ ഷാഹിന മോൾ വികസന അസുരന്തരാവസ്ഥയും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ വിഷയം അവതരിപ്പിക്കും. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഉള്ള സെഷനിൽ 4 മണിക്ക് ഇതിൻ്റെ സമാപന സമ്മേളനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ, KM ഷാജി, അതുപോലെ അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ എന്നീ മന്ത്രിമാരും പങ്കെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. ഇത് ഒരു ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാറാണ്. അതിൽ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബന്ധപ്പെട്ട
പത്രക്കാരൊക്കെ നിങ്ങൾ സഹകരണം ഉണ്ടാവണം. എല്ലാ വർഷവും നല്ല രീതിയിലാണ് നിങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിക്കാറുള്ളത്. ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്ന നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പത്രങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ മലപ്പുറത്തെ പത്രക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സയ്യിദ് മുനവ്വർ ശിഹാബ് ചെയർമാനായി രൂപീകരിക്കപ്പെട്ട പഠന ഗവേഷണ കേന്ദ്രം അവർ സംഘടിപ്പിക്കുന്ന ഈ ഓർമ്മദിനം അത് വളരെ ദേശീയ ഒരു സെമിനാറോടുകൂടി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടി, പ്രത്യേകിച്ച് തങ്ങളുടെ ദർശനം മുഖവിലക്ക് എടുത്തുകൊണ്ട് അത് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികളാണ് ഈ ഓർമ്മദിനത്തിൽ സംഘടിപ്പിക്കാറുള്ളത്. ഈ കഴിഞ്ഞ 5 പരിപാടികൾ അത് ദേശീയ സെമിനാറോടുകൂടിയാണ് പര്യവസാനിച്ചത്. എല്ലാ കേരളത്തിനകത്തും പുറത്തുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ധാരാളം ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ഇപ്രാവശ്യം ഒന്നുകൂടി ജനകീയമാക്കുകയാണ് പരിപാടി. ജനകീയമാക്കാൻ മറ്റേ വുഡ്ബൈൻ ഓഡിറ്റോറിയത്തിൽ, പിന്നെ ഞങ്ങൾ കൊടപ്പനക്കിൽ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് വിശാലമായിട്ട് വുഡ്ബൈൻ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റി, നല്ല നമ്മുടെ മലപ്പുറത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയം അവിടെ തന്നെയാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. പിന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. ഇനിയിപ്പോൾ അത് ഒരു ആവർത്തന വികസന ഉണ്ടല്ലോ, മുഖ്യമന്ത്രി അടക്കം, സ്പീക്കർ അടക്കം, പിന്നെ അതുപോലെ തന്നെ രാജഗോപാൽ അടക്കമുള്ള ദേശീയ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ പരിപാടി. അപ്പോൾ നിങ്ങളുടെ ഒരു എല്ലാ കാലത്തും പ്രത്യേകിച്ച് തങ്ങളുടെ പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മീഡിയ അറ്റൻഷൻ പെട്ടെന്ന് നിലനിൽക്ക് ഉണ്ടാവാറുണ്ട്. ഒന്ന് നിങ്ങളെല്ലാവരും ആ പരിപാടിയിലേക്ക് ഒരു വൺ ഡേ പ്രോഗ്രാമാണ്. ഇത് വൺ ഡേ രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ തുടങ്ങി ഒരു വൈകുന്നേരം ഒരു 6-7 മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന തരത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, AK സൈനുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.